എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ പ്രതിഭ മഞ്ഞൾ നടണ വീഡിയോ ആണ്. അപ്പൊ പ്രതിഭ മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അരക്കൊക്കെ ഉപയോഗിക്കണ നമ്മുടെ മഞ്ഞളാണ്. അത് ഉൽപാദനശേഷി കൂടിയതാണ്, നല്ല കളറുള്ള മഞ്ഞളാണ്. നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരു മഞ്ഞളാണ് പ്രതിഭ മഞ്ഞൾ. അപ്പൊ നമുക്കത് ഗ്രോ ബാഗിൽ നടാം, നമുക്ക് താഴെ നടാം, വാരം കോരി. ഇതാണ് പ്രതിഭ മഞ്ഞൾ. കണ്ട, ഇത് ചാണകലായനിയിലൊക്കെ മുക്കിയിട്ട് നടാൻ വേണ്ടി ഉണക്കി വെച്ചേക്കണേണ്. ഇപ്പൊ മുളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ട, അപ്പൊ നമ്മിപ്പോ ഈ മഞ്ഞളാണ് നട്ട് കൊടുക്കണത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഉണ്ടില്ലേ, നല്ല കളറായിരിക്കുള്ളൂ ഈ മഞ്ഞളിന്. കണ്ട, അപ്പൊ പൗഡറിനൊക്കെ നല്ല കളറായിരിക്കുള്ളൂ. പിന്നെ ഇത് ഉൽപാദനശേഷി കൂടിയതാന്ന് പറഞ്ഞല്ലോ, ഇഷ്ടം പോലെ മഞ്ഞൾ ഉണ്ടാവും നമ്മിപ്പോ ഒരു കട നട്ടാലൊക്കെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നമ്മ കൃഷി ചെയ്യണമെങ്കിൽ ഈ പ്രതിഭ മഞ്ഞൾ തന്നെ നടല നല്ലത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നടേണ്ടത് നോക്കാം. ഞാനിപ്പോ ആ ചീര നടണ ബാഗിൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞളൊക്കെ നട്ടിട്ട് ഉള്ള ബാഗ് തന്നെയാണ്. കണ്ട, ഈ ബാഗ് നമുക്ക് ഒരുപാട് നാള് യൂസ് ചെയ്യാം, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കണ്ട, നമ്മിപ്പോ 2 വർഷം കൂടുതൽ ഉപയോഗിച്ച് വീണ്ടും നമുക്ക് ഇത് ഉപയോഗിക്കാൻ. കണ്ട, ഒരു കേടൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇനിയും കുറെ നാള് ഈ ബാഗ് യൂസ് ചെയ്യാം. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് HDP ഗ്രോ ബാഗ് ആണ്. ഇതിൽ നമുക്ക് ചീര മാത്രമല്ല മഞ്ഞൾ, ഇഞ്ചിയൊക്കെ നടാം. അപ്പൊ ഇതിലൊക്കെ മഞ്ഞൾ നടുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ ഈ ഒറ്റ ബാഗിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്കിപ്പോ ഇതിലോട്ട് നമുക്ക് മണ്ണൊക്കെ നിറക്കാം. അപ്പൊ ആദ്യം നമുക്ക് HDP ഗ്രോ ബാഗിൽ നടാം. ഇത് ചാണകപ്പൊടിയും മണ്ണും പിന്നെ ജൈവവളമൊക്കെ കൂടെ മിക്സ് ചെയ്ത മണ്ണാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഈ മണ്ണ് ഇതിലോട്ട് നിറക്കാം. കുമ്മായൊക്കെ ഇട്ട് വച്ചിരുന്ന മണ്ണാണ്. നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് മണ്ണ് നിറക്കാം. നമുക്ക് ആദ്യം ഇത്രയും മണ്ണ് നിറച്ചാൽ മതി. ഇനി മുളച്ച് വന്ന ശേഷം നമുക്ക് മണ്ണും കുറച്ച് വളവും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇത്രയും മണ്ണാണ് നിറക്കേണ്ടത്. ഇനി മുള വന്ന ശേഷം ബാക്കി മണ്ണൊക്കെ നിറക്കണമല്ലോ. അപ്പൊ നമുക്ക് പ്രതിഭ മഞ്ഞൾ നട്ടു കൊടുക്കാം. കണ്ട, അപ്പൊ നമുക്കിപ്പോ മുള വന്ന വിത്തുകളൊക്കെ കണ്ട നമുക്ക് ഇതേപോലെ നട്ടു കൊടുക്കാം. ഈ ബാഗിലാകുമ്പോ നമുക്ക് ഒരുപാട് മഞ്ഞളൊക്കെ നടാട്ട. നമുക്ക് വിളവെടുക്കാൻ എളുപ്പമാണ്, കള പറിക്കാൻ കളകളുടെ ശല്യം കുറവായിരിക്കുള്ളൂ. പിന്നെ നമുക്ക് ഒതുങ്ങിയ സ്ഥലത്ത് എവിടെയെങ്കിലും വെക്കാം. പിന്നെ നമ്മുടെ വളമൊക്കെ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അപ്പൊ ഇങ്ങനത്തെ ബാഗിലൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മഞ്ഞൾ കിട്ടുകയും ചെയ്യും. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ കിട്ടുകയും ചെയ്യും. നമുക്ക് അധികം ബാഗൊന്നും വെക്കണ്ട. നമുക്കിപ്പോ ഇത്ര മഞ്ഞൾ നട്ടു കൊടുത്താൽ മതി. ഇത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ മഞ്ഞൾ ഉണ്ടാവും. പിന്നെ നമുക്ക് മഞ്ഞൾ നട്ട് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് പൊതിട്ട് കൊടുക്കണം കേട്ടാ. മുളച്ച് വന്നോളൂ. നമ്മ ഒരു 3-4 ദിവസത്ത് നനച്ചു കൊടുത്താൽ മതി. നമുക്ക് നനച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതേപോലെ നനച്ചു കൊടുക്കാം. അപ്പൊ നമുക്കിനി വാരത്തുപോലും നട്ടു കൊടുക്കാം. മഞ്ഞൾ നടാനായിട്ട് നമ്മ ഓവർ വെയിലൊന്നും വേണ്ട. നമുക്കിപ്പോ കുറച്ച് തണലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ തെങ്ങിന്റെ ഒക്കെ ഇടവേളയായിട്ട് നമുക്ക് മഞ്ഞൾ കൃഷി ചെയ്യാട്ടാ. അപ്പം
അപ്പൊ വാരത്തുമ്മല് ചാണകപ്പൊടി, എല്ലുപൊടി, ജൈവവളങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കണേണ്. നന്നായിട്ട് നനച്ചിട്ടേക്കണേണ്. കുമ്മായൊക്കെ ഇട്ട് വാരെടുത്തിട്ട് ഇപ്പൊ 2 ആഴ്ചയോളമായി. അപ്പൊ നമുക്കിനി വാരത്തുമ്മൽ നട്ടുകൊടുക്കാം. അപ്പൊ വാരത്തുമ്മൽ നടണെന്ന് വെച്ചാൽ സ്ഥലമുള്ളവർക്ക് ഇതേപോലെ വാരത്തുമ്മലൊക്കെ നടാം. നമുക്ക് വെയിൽ വേണ്ടല്ലോ. അപ്പൊ വെയിലില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പറമ്പുകളിൽ മഞ്ഞളും നമുക്ക് കൃഷി ചെയ്യാം. അപ്പൊ നമുക്ക് മഞ്ഞൾ വിത്ത് നട്ടുകൊടുക്കാം. വേണ്ട ഇതേപോലെ നമുക്ക് നട്ടുകൊടുക്കാം. പിന്നെ ഇപ്പൊ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് നമുക്ക് മഞ്ഞളൊക്കെ നടാൻ പറ്റിയ സമയം. ഇപ്പൊ നട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇടമഴകളൊക്കെ കിട്ടും. അപ്പൊ ഇടമഴയൊക്കെ മഴ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഇത് മുളച്ചു വരും. മുളച്ചു വരുമ്പോ നമുക്ക് പിന്നെ കുറച്ചും കൂടെ ജൈവവളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണൊന്നും കൂടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഒന്നും ചെയ്യേണ്ടി വരൂല. മഴ വരുമല്ലോ, മഴയത്ത് നമുക്ക് നനക്കേണ്ടിയും വരൂല, ഒന്നും വരൂല. അപ്പൊ നമുക്ക് വലിയ പരിചരണങ്ങൾ വേണ്ടാത്ത ഒന്നാമത്തെ മഞ്ഞൾ കൃഷി എന്ന് പറഞ്ഞാല് ഒട്ടും തന്നെ പരിചരണങ്ങൾ വേണ്ട. കാരണം നമുക്ക് നടല് മാത്രമുള്ളൊരു പണിയെന്ന് നമുക്കറിയാലോ. കടയിൽ നിന്ന് കിട്ടണ മഞ്ഞൾപ്പൊടിയൊക്കെ മായമാണ്. മഞ്ഞളിന്റെ പൗഡറൊന്നല്ല അതിലധികം. അതിൽ നിന്ന് കുർക്കുമിനെടുത്ത മഞ്ഞളാണ് നമുക്ക് കിട്ടണത്. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അധികം വേണ്ട. മഞ്ഞളിന്റെ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കൊക്കെ എനിക്ക് തോന്നണ് ചില വീട്ടിലേക്കൊക്കെ 1/2 കിലോ മതിയാകും ഒരു വർഷം. നമുക്ക് ഇത്ര പേർക്ക് മഞ്ഞളൊന്നും നമുക്ക് കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം മഞ്ഞള് കൃഷി ചെയ്യാൻ പറ്റിയവരൊക്കെ മഞ്ഞൾ കൃഷി ചെയ്യുക. നമ്മുടെ വീട്ടിൽ ഉണ്ടാവണ നല്ല മഞ്ഞൾ നമുക്ക് ഉപയോഗിക്കാം. അലർജി പോലുള്ള അസുഖങ്ങൾക്കൊക്കെ മഞ്ഞൾപ്പൊടി ഇപ്പൊ എല്ലാവരും മഞ്ഞളുടെ പൗഡർ തേനിൽ മിക്സ് ചെയ്തും ചൂടുവെള്ളത്തിൽ കലക്കിയൊക്കെ കുടിക്കണതാണ്. അതേപോലെ അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാവണ ഫ്രഷ് ആയിട്ടുള്ള പൗഡർ ആണെങ്കിലാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കൊറോണ ടൈമിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരാണ് നമ്മുടെ മഞ്ഞളൊക്കെ അന്വേഷിച്ച് വന്നിരുന്നത്, മഞ്ഞളിന്റെ പൗഡറൊക്കെ. കാരണം ഫ്രഷായ മഞ്ഞൾ വേണം കഴിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ എളുപ്പത്തിൽ കൃഷി ചെയ്യാനുള്ളൂ മഞ്ഞളിന്റെ കൃഷി. മഞ്ഞളിന്റെ വിത്തൊക്കെ നമുക്കിന്ന് മേടിക്കാൻ കിട്ടും. നമുക്ക് ഇതേപോലെ സ്ഥലമുള്ളവർക്ക് ഇതേപോലെ വാരത്തുമ്മലൊക്കെ കൃഷി ചെയ്താൽ ഇഷ്ടം പോലെ മഞ്ഞൾ കിട്ടും. നല്ല മണ്ണ് കൂട്ടി കൊടുക്കും തോറും മഞ്ഞളൊക്കെ ഒരുപാട് കിട്ടും. വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് താഴെ വാരങ്ങൾ ഇതേപോലെ കൂട്ടിയിട്ട് വേണം കേട്ടോ നടാനായിട്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെന്ന് വെച്ചാല് വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിലും മഞ്ഞൾ നല്ല വാരത്തുമ്മൽ തന്നെ നടലാന്നല്ല. അപ്പൊ നമുക്ക് നന്നായിട്ട് പൊക്കിയിട്ട് വേണം നടാനായിട്ട്. അല്ലെങ്കിൽ മഴ പെയ്ത് കഴിയുമ്പോ വേണ്ട ഇതേപോലെയാണ് മഞ്ഞൾ നടേണ്ടത്. നല്ല ഇളക്കമുള്ള മണ്ണാണെങ്കിൽ ഇഷ്ടം പോലെ മഞ്ഞൾ. ഞങ്ങളുടെ ഇവിടെ കണ്ട ഇളക്കമുള്ള മണ്ണൊക്കെ ഇളക്കമാണ്. കണ്ട നമുക്ക് നല്ല ഇളകിയ സ്ഥലമാണ്. അപ്പൊ ഇഷ്ടം പോലെ മഞ്ഞൾ നമുക്ക് പറിക്കാനും എളുപ്പമാണ്. എളുപ്പമുള്ള മണ്ണ് നമുക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കാം. നന്നായിട്ട് നനച്ചിട്ടിരുന്നതാണ്. എന്നാലും നമുക്ക് നനച്ചു കൊടുക്കാം. ഇനി ദിവസം വെച്ച് നന്നായിട്ട് നനക്കണം. വാരത്തുമ്മലൊക്കെ ആവുമ്പോ നമ്മ ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് നനച്ചാൽ മതിയാവും. എപ്പോഴും നനയ്ക്ക് പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. വേണ്ട ഇതേപോലെയാണ് വാരത്തുമ്മൽ നടേണ്ടത്. അപ്പൊ പ്രതിഭാ മഞ്ഞൾ നമുക്ക് നടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആണ്. അപ്പൊ ഇഷ്ടം പോലെ മഞ്ഞൾ ഉണ്ടാകുകയും ചെയ്യും. നല്ല കളറാണെന്ന് പറഞ്ഞല്ല. അപ്പൊ നമുക്ക് മഞ്ഞളിന്റെ വിത്തൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ കൃഷിഭവനുകൾ വഴി ഇപ്പൊ ഇഷ്ടംപോലെ മഞ്ഞളും ഇഞ്ചിയും ചേന വിത്തൊക്കെ കൊടുക്കേണ്ട ഈ സമയത്ത് എല്ലാ കൃഷിഭവൻ വഴി. അപ്പൊ നമ്മ കിട്ടണ മഞ്ഞളൊക്കെ പരമാവധി നട്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞളിന്റെ പൗഡർ എല്ലാവരും സ്വന്തം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാണ് നല്ലത്. നമ്മ കുറച്ചൊക്കെ മഞ്ഞൾ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ തന്നെ പൊടിക്കാനുള്ളൂ. അപ്പം
മിക്സിയിൽ നമ്മൾ എളുപ്പത്തിൽ പൊടിക്കണ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾ പൊടിക്കണൊക്കെ നമുക്ക് മിക്സിയിൽ വെച്ച് അതച്ചിട്ട് വെയിലത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മിക്സി പൊട്ടിയെടുക്കാനുള്ളൂ. അപ്പൊ എല്ലാവരും കുറച്ച് മഞ്ഞൾ കൃഷി ചെയ്യാത്തതിന്റെ കാര്യം പൊടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കൊണ്ടുപോയി മില്ലിൽ കുറച്ചൊക്കെ പൊടിക്കാൻ. പക്ഷെ ഒരു പ്രയാസവും ഇല്ല. നമുക്ക് കുറച്ച് മഞ്ഞളാണെങ്കിലും നമുക്ക് മിക്സിയിൽ പൊടിക്കാനുള്ളൂ. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ എല്ലാവരും മഞ്ഞളൊക്കെ ഇതേപോലെ നട്ടുകൊടുക്കുക. സ്ഥലമുള്ളവര് ഇതേപോലെ വാരമൊക്കെ തയ്യാറാക്കി നടാ. അല്ലാത്തവർക്ക് ഗ്രോ ബാഗുകളിലോ ചാക്കിലോ ചെടിച്ചട്ടിയിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് മഞ്ഞൾ നടാനുള്ളൂ. യാതൊരു കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാത്ത മഞ്ഞൾ കൃഷി എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് യാതൊരു പരിചരണത്തിന്റെ ആവശ്യമില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ എല്ലാവരും മഞ്ഞൾ നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.